ഓക്കെ, ഇതും നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് n എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. 475 AB എന്നാണ് നമ്പറിന്റെ ഇത്. ഈ നമ്പറിൽ എ പറയുന്ന അവിടെ ഡിജിറ്റ് ആണ് വരുന്നത്. സിംഗിൾ ഡിജിറ്റ് നമ്പർ, യൂണിറ്റ് ഡിജിറ്റ് നമ്പറാണ് വരുന്നത്. ഈ പറയുന്ന നമ്പർ n എന്ന് പറയുന്ന നമ്പർ 5, 8, 9 ഇത് വെച്ച് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 10a+bന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 10a+bന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ആണല്ലോ നമ്മുടെ AB വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 9, 9 എന്ന് പറഞ്ഞെടുക്കുക. 5ഉം 8ഉം 9ഉം വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ഇതിൻ്റെ LCM വെച്ചും ഈ പറയുന്ന പർട്ടിക്കുലർ നമ്പർ ഡിവിസിബിൾ ആയിരിക്കണം. അതായത് 8 × 5 40, 360 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതിനെ 360 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ ഒരു ഡിവൈസർ കിട്ടും, ഒരു റിമൈൻഡർ കിട്ടും. സപ്പോസ് അത് 21 ആണെന്ന് വിചാരിക്കുക. അതിനർത്ഥം ഈ പറയുന്ന നമ്പറിൽ നിന്ന് 21 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, അതായത് ഇങ്ങനെ കിട്ടും. ഇതല്ല ഒറിജിനൽ ആൻസർ, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു. പക്ഷെ അതിനേക്കാളും എളുപ്പമുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം ഞാനൊരു നമ്പർ എഴുതുക, 1028. ഈ 1028 എങ്ങനെയാ ഉണ്ടായത്? ഒരു 1000 0, നമ്മൾ മറ്റേ 100th 10th എന്നൊക്കെ പറയത്തില്ലേ, അത് ബേസ് ചെയ്ത് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു നമ്പറിനെ ഇങ്ങനെ എഴുതാം, 8 ones അല്ലേ? ഈ ഒരു നമ്പറിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിക്കേ. 28. 28നെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത? 20 2 × 10 + 8 × 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 28ന് പകരം എയും ബിയും ആയിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യായിരുന്നു? ഈ സെയിം സാധനം അങ്ങനെ തന്നെ ഉണ്ടാവും. പകരം അടുത്ത എന്ത് വരും? 10 × a + 10 × a + b × 1 എന്ന് പറഞ്ഞ് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാറ്. അതായത് 1s 10s ആയത് വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ പറയുന്ന ക്വസ്റ്റ്യനകത്ത് എന്താണ് തന്നിരിക്കുന്നത്? ഓക്കെ, ഈ 10ഉം ഇതെല്ലാം മായ്ച്ച് കളയാം. 10ഉം ഇതൊക്കെ വിട്ടേക്കുക. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 2 × 10 + 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 28 ആണ്. അപ്പോൾ ഇവിടെ 10 × a + b എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? AB ആണ്. അപ്പോൾ നമുക്ക് ആൻസറിൽ എന്താ തന്നിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ABയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ABയുടെ വാല്യൂ ഡയറക്റ്റ് തന്നിരിക്കുവാണ്. അപ്പോൾ നമ്മളത് ആക്ച്വലി നോക്കിയാൽ പോരെ? 8ഉം 5ഉം 9ഉം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ പോരെ? ഓക്കെ, അതേ ക്വസ്റ്റ്യൻ ഇട്ട ആളും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ABൻ്റെ വില ഡയറക്റ്റായിട്ട് തന്നിരിക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് 8 വെച്ച് ഡിവിസിബിൾ ആണ്, 5 വെച്ചും ഡിവിസിബിൾ ആണ്. സോ 0 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് വരേണ്ടത്. കാരണം ലാസ്റ്റ് 5 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ 0 വരാം, 5ഉം വരാം. പക്ഷെ 5 എടുത്തു കഴിഞ്ഞാൽ അത് 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. കാരണം 8 വെച്ച് ഡിവിസിബിൾ ആവണമെങ്കിൽ ഈവൻ നമ്പറേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷൻ അല്ല നിങ്ങളുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ബാക്കി ഏതൊക്കെയുണ്ട്? 4 ഉണ്ട്, 4, 7, 5 ഉണ്ട്. 4, 7, 5 2, 0 ആകാം അല്ലേ? അല്ലെങ്കിൽ 4, 7, 5 6, 0 ആകും. ഇനി എന്ത് ചെയ്യണം? 8ൻ്റെ റൂൾ നോക്കണം. 8ൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കിയില്ല, 0 വരാം എന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നോക്കണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 560 എന്ന് പറയുമ്പോൾ 8 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 520 നോക്കണം. 520 എന്ന് പറയുമ്പോൾ എത്ര വരും? 520 എന്ന് പറയുമ്പോൾ 48 വരെ പോകും, അതും ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി അപ്പോൾ എന്ത് ചെയ്യണം? 5ഉം 8ൻ്റെയും റോള് കഴിഞ്ഞ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ. ഇനി 9 നോക്കണം. 9 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സം 9 കിട്ടുന്ന അതെല്ലാം അങ്ങെടുത്ത് കളയുക. സം 9 അല്ലെങ്കിൽ 9 ഡയറക്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അപ്പോൾ 5ഉം 4ഉം 9, 7ഉം 2 9. ഈ ഒരു നമ്പർ 9 വെച്ച് ഡിവിസിബിൾ ആണ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. 5ഉം 4ഉം 9, 7ഉം 6, 13. സോ ഇത് 9 വെച്ച് ഡിവിസിബിൾ അല്ല. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 520 ആയിരിക്കും ഫൈനൽ ആൻസർ. അതായത് ഇത് ചെയ്ത വഴി ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ AB എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു നമ്പർ 5 വെച്ചും 8 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്ന് മനസ്സിൽ ഓർമ്മ വരണം. കാരണം എന്താണ്?
5 ലാസ്റ്റ് ഡിജിറ്റ് ആയാൽ അതൊരിക്കലും 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, 5ൻ്റെ കേസ് കഴിഞ്ഞ്. ഇനി 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 9 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ പോലെ 9 വെച്ച് ഡിവിസിബിൾ ആണ്. അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്തത്.